ദാ ഈ കാർഡ്ബോർഡ് കൊണ്ട് നമുക്ക് അടിപൊളി ഫ്രെയിം ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഇതിനങ്ങനെ കുറേ സാധനങ്ങളൊന്നും വേണ്ട. ഒരു കാർഡ്ബോർഡും കുറച്ച് പേപ്പറും മാത്രം മതി. നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ പിൻട്രസ്റ്റ് നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് കണ്ടിട്ടുണ്ടാവും. കാരണം ഒരു ടൈം മൊത്തം ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഞാനും ചെയ്യാന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയതും ടൈം കിട്ടിയതും. ഇതാ ഈ പേപ്പർ സ്റ്റോ ഉണ്ടാക്കുമ്പോഴാണ് ചെറിയൊരു പണി കിട്ടിയത്. ഞാനാകെ 2 മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ശരിക്കും 2 4 വേണമായിരുന്നു. അതെനിക്കറിഞ്ഞത് 2 ഉണ്ടാക്കി കളർ അടിച്ചതിന് ശേഷമാണ്. എന്നിട്ട് വീണ്ടും പേപ്പർ എടുത്ത് ചുരുട്ടി അതിന്റെ നീളം അനുസരിച്ച് കട്ട് ചെയ്ത് 8 വീതം ആക്കിയിട്ടുണ്ട്. എന്നിട്ടൊരു ബട്ടർഫ്ലൈനും കൂടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ കാർഡ്ബോർഡും വേണമെങ്കിൽ എടുക്കാം. പക്ഷെ എനിക്ക് ഇതാണ് നല്ലതായിട്ട് തോന്നിയത്. കളർ അടിക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെ എടുക്കാന്ന്. കളറൊക്കെ അടിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ ബട്ടർഫ്ലൈനെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ കൂടി ഓരോരോ ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കാനുള്ളതാണ്. 2 സ്ട്രോ വീതം ഓരോരോ ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. 4 വശത്തേക്കും ഈ സ്ട്രോ ഒട്ടിച്ചതിന് ശേഷം നടുവ് ഭാഗത്തിലേക്കായി ആ ബട്ടർഫ്ലൈനും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതൊന്നിങ്ങനെ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്യാൻ നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബട്ടർഫ്ലൈനൊക്കെ ഇങ്ങനെ പറക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നും. അപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.